നമ്മുടെ ഋഷിക്കുട്ടന്റെ ഹൽദി ഫംഗ്ഷൻ ആണ്. പിന്നെ ഓർമ്മിക്കുന്നു എത്ര മെസ്സേജ് വെൽക്കം ടു പൂജ കൃഷ്ണാസ് വ്ലോഗ്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. കാരണം നമ്മുടെ ഋഷിക്കുട്ടൻ്റെ ഹൽദി ഫംഗ്ഷനാണ്. ആക്ച്വലി ഋഷി കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ തന്നെ സർപ്രൈസ്ഡായി. നമുക്കറിയാവുന്ന റിലേഷൻഷിപ്പാണ്, നമ്മളെ കൊച്ചിനെ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ലൈക്ക് അവൻ സ്റ്റില്ലൊരു പയ്യൻ എന്നുള്ളൊരു മൂടാണ്. ബട്ട് ശരിക്കും അവൻ പയ്യനല്ല, അവന് 30 വയസ്സുണ്ട്. ഹൽദിക്ക് ആക്ച്വലി വൈറ്റ് ഇടാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വൈറ്റ് നോക്കിയിട്ട് അങ്ങനെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞിട്ട്. പിന്നെ എൻ്റെ കൂടെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണിമ കൃഷ്ണ, അഖില മാം, എല്ലാവരും വൈറ്റാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ജോ എന്തോ ഹെയർ കളയാനും തലയ്ക്കാൻ മുടിയൊന്നുമില്ല. പക്ഷെ എന്തിനാണെന്നറിയാം ഹെയർ കട്ടെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അപ്പൊ അവനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ പോണ വഴി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കണ്ടാവില്ല. ഡയറക്റ്റ് ഇനി നെക്സ്റ്റ് ഹൽദി ഫംഗ്ഷൻ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നുണ്ടാവുക. ഓക്കെ ഓക്കെ ഗായ്സ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. നല്ലൊരു പ്ലേസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ബാക്കിൽ അബി ഉണ്ട്. എന്താ പറയാ, അബിയുടെ സ്വന്തം കാറിൽ വരാം. അബി അല്ലാണ്ട് വേറെ കാറിൽ ഇരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാരും എല്ലാവരുടെ കാറിൽ വരുന്നത്. അബി ഇടിക്കാൻ പോണേ. എന്നിട്ട് ജോന്റെ പഴയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ജോ സിബിഡ് ജോ പരിപാടിയും തുടങ്ങിയിട്ടില്ല അല്ലേ? ഓക്കെ, വരൂ അഭിഷേക്, വരൂ അഭിഷേക്. എന്നെ തേച്ചു ഞാൻ. നീ പറഞ്ഞതാ മഞ്ഞ ഷർട്ട് ഇടാൻ, നീ ഹൽദിക്കുന്ന നീ പുതിയ ഷർട്ട് ഇട്ടു. മാത്രം വാ, നമുക്ക് പോവാം പരിപാടിക്ക്. എന്നിട്ട് ആദ്യം ഋഷിനെ കാണാം. ഗ്രൂം ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്കൂട്ടർ ഉണ്ട്. അതായത് ഹൽദി കഴിഞ്ഞിട്ട് അവർക്ക് സ്കൂട്ടറിൽ പോവാം. കണ്ടോ? ഓക്കെ, ഇതാണ് ഹൽദിയുടെ സ്റ്റേജ്. ആക്ച്വലി ഇവിടെ ഞാൻ മാത്രാണ് മഞ്ഞിട്ടേക്കണേ. ഞാൻ ചാരിയിൽ ഒരാള് മഞ്ഞിടുന്നു. നാണക്കേട്. ശരി, അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ വരട്ടെ. ഞങ്ങളിവിടെ ആദ്യം വന്നു. ഇവിടെ എന്ത് കാണിക്കണമെന്നറിയാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. വെറുതെ റൊമാൻസ്, ജാതി റൊമാൻസ്. പക്ഷേ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. സാധാരണ മോളില് വെള്ളം താഴ്ത്തി അകത്ത് വെള്ളം മാറി നിൽക്കാനുള്ള അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ അപ്പൊ അത്ര ഡാർക്കാണോ? ആൾക്കാർ അങ്ങനെയാണോ? ആൾക്കാർ പിന്നെ ഓർമ്മിക്കുന്നു എത്ര മെസ്സേജ് വരുന്നറിയോ? നിങ്ങൾ കുറെ നാളായിട്ട് ട്രിപ്പ് പ്ലാൻ എന്ത് ചെയ്യാം പുറത്തിറങ്ങിയപ്പോഴേ മനസ്സിലായത്. അന്ന് എന്നോട് ദേഷ്യപ്പെടുക.
അവർക്ക് കാര്യം മനസ്സിലായി. നമുക്ക് ഭ്രാന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവർക്ക് കരച്ചിലൊക്കെ വയ്യ. അപ്പുറത്ത് നിൽക്കേണ്ടി വരും. പറഞ്ഞ ശരിയല്ലേ? എന്ത് അവൻ ആ സ്കൂട്ടർ ഓടിച്ചിരുന്നു. അല്ല എന്തെല്ലാം ഉണ്ട് കണ്ടറിയില്ല. നമ്മളിവിടെ കാണുന്നത് അതിന്റെ കണ്ടത് നമ്മള് പൂജയെ വിളിക്കണം. ചേച്ചി, ഇത്തരത്തിലുള്ള മനോഹരമായ ചോദ്യങ്ങൾ ഇനിയുണ്ടോ? നല്ലൊരു കൈഡി കൊടുക്കട്ടെ. നല്ലൊരു കൈഡി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഒരു ഫണ്ണി മൊമെന്റ് ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഹൗസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ ഒരാളായിട്ട് എനിക്ക് ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് ഋഷി. അത് പിന്നെ ഈ ഒരു മ്യൂസിക്കൽ ചെയറിന്റെ പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചുമ്മാ കസേരകളിയല്ല, ഇവിടുന്ന് നമ്മളൊരു പ്രോപ്പർട്ടി പറയും. ആ പ്രോപ്പർട്ടി ഇവിടെ ആരുടെ കയ്യിലാണോ ഉള്ളത് ആ പ്രോപ്പർട്ടി വാങ്ങി ആദ്യം വന്നിരിക്കണം. ആരുടെ കയ്യിൽ എന്ത് പ്രോപ്പർട്ടി ആണെങ്കിലും ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ച് ഇവിടെ വന്നിരിക്കണം. ഒരു രൂപ പോയി, ഒരു രൂപ പോയി, ഒരു രൂപ പോയി. പെട്ടെന്ന്